ഈ മലർക്കന്നികൾ എന്ന് തുടങ്ങുന്ന പാട്ട്, ആ ഗാനം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും കൂടി അതിനകത്തോടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കൗണ്ടർ പോയിൻറ്റ്സിൽ വോക്കൽ ഹാർമണി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഈ പാട്ടിൻ്റെ തന്നെ നല്ല രസമായിട്ട് വോക്കൽ ഹാർമണി പ്ലേസ് ചെയ്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇത്രയും കാലഘട്ടം കഴിഞ്ഞു, ഇത്രയും ഇത് കഴിഞ്ഞിപ്പോൾ 2014 നമ്മൾ എത്തി നിൽക്കുമ്പോൾ പോലും അതിൽ നിന്നും എത്രയോ കാര്യങ്ങൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുണ്ടെന്ന് ഞാൻ ആലോചിക്കുക. മേലെ പൂമല ഈ പാട്ടിനെക്കുറിച്ച് പറയുമ്പം 1970s എന്താ പറയുക, പ്രണയ സങ്കല്പങ്ങൾക്ക് കോളേജ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് അവർ വേണമെങ്കിൽ കണ്ടിരിക്കുക ഈ ചിത്രത്തെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പാട്ടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ബെൽ ബോട്ടം പാൻറ്റ്, സ്ലീവ്ലെസ് മിഡി ഫ്രോക്ക്, പിന്നെ ചെറിയ ട്വിസ്റ്റിംഗ് മോഡലിലുള്ള കൊറിയോഗ്രാഫി, അതെല്ലാം ആ വിഷ്വലിൽ അന്നത്തെ ന്യൂ ജനറേഷൻ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം അതിന്. പിന്നെ പാട്ടിൻ്റെ പാട്ട് അത്രമാത്രം പോപ്പുലറാണ്. ഈ പാട്ടിൻ്റെ പേരിൽ ചെറിയ പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ കോൺട്രവേഴ്സിയൊക്കെ അന്ന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും പാട്ടിൻ്റെ ജനപ്രിയത അതെല്ലാം തകർത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം. അത്ര സൂപ്പർബാണ് ഈ സോങ്. ഇന്ന് കേൾക്കുമ്പോഴും നമുക്ക് ആ ഫ്രഷ്നെസ് തോന്നാറുണ്ട്. ഒരു മലയാള സിനിമ സംഗീതത്തിൻ്റെ ഒരു 50 വർഷം ചേർത്ത് ഒരു ഗുളികയാക്കി തന്നാൽ ഒരു പാട്ടെങ്കിൽ ആ പാട്ടാണ് ഇതിലുള്ളത്. സാഗരമേ ശാന്തമാക നീ. അതിനപ്പുറത്തോടൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു മ്യൂസിക്കാലിറ്റി, അതുപോലെ ONV സാറിൻ്റെ അതിമനോഹരമായിട്ടുള്ള ലിറിക്സും, പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞ് നാക്ക് തേഞ്ഞ ഒരു കാര്യമാണ് ദാസേട്ടൻ എന്നുള്ള ആ മഹാപ്രതിഭയുടെ ആലാപനം. നമുക്ക് ദാസേട്ടനെ പോലുള്ളൊരു പാട്ടുകാരൻ മലയാളികൾക്കുണ്ടെന്നുള്ളത് നമുക്ക് അഹങ്കാരമല്ല, അതിനേക്കാളും കുറേയും കൂടെ കൂടുതൽ ഒരാളെ ഇടിച്ച് വീഴ്ത്താനുള്ള ഒരു ആ ലെവലിലേക്ക് നമ്മളെ കൊണ്ടെത്തി. കാര്യം അത്രയ്ക്ക് അതാണൊരു പാട്ടുകാരൻ സത്യത്തിൽ. സാഗരമേ ശാന്തം, അതിൽ ദാസേട്ടൻ്റെ റൺടീഷനാണ് അതിൻ്റെ ഏറ്റവും വേറൊരു ഹൈലൈറ്റായിട്ട് പറയാൻ പോകുന്നത്. അവസാനം പാടിയിട്ടുള്ള നിർത്തുന്നൊരു പോർഷനുണ്ട്. ആ ഒരു ശ്വാസത്തിൽ ദാസേട്ടൻ അന്ന് പാടി. ഇന്ന്
നമുക്ക് ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം, കുറേ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് പാടി. പക്ഷേ ദാസേട്ടൻ അന്ന് പാടിയിട്ടുള്ളത് വിഷുപക്ഷിയേതോ കുട്ടി വിഷാ